നമസ്കാരം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ ഏറ്റെടുത്ത ദൗത്യം ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാവും. ഇതിന്റെ വെളിച്ചത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ദീർഘകാല പദ്ധതികൾ ഏറ്റെടുക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജയശതമാനം കുറവുള്ളത് വഴി ഒരുപക്ഷെ താരതമ്യേന ഒരു ഭേദപ്പെട്ട വിദ്യാലയത്തിൽ മാത്രമേ ഉപരിപഠനത്തിൽ ചേരുവാൻ സാധിക്കുകയുള്ളൂ. അർദ്ധമനസ്സോടുകൂടിയതായിട്ടുള്ള ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ട് ചേരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്നത് വഴി സമാധാനക്കേടുണ്ടാവും. ഒരുപക്ഷെ ഇതിന്റെ വെളിച്ചത്തിൽ ജോലി സ്ഥലത്തേക്ക് പോവാതെ തന്നെ ഗൃഹത്തിൽ ഇരുന്നും കൊണ്ട് ജോലി ചെയ്യാൻ അവസരം, ഒരുപക്ഷെ ജോലി സ്ഥലത്ത് യാത്ര ചെയ്തുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ടും പൂർണ്ണമായിട്ടുള്ള രീതിയിലും ലക്ഷ്യപ്രാപ്തിയോടുകൂടിയും അനുഭവത്തിൽ വന്നു ചേരുവാൻ അവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ പരമാവധി മാസത്തിന്റെ ആദ്യത്തെ പകുതിയിലായിരിക്കും നന്നാവുക. ദേഹപരമായിട്ടുള്ള പല വിധത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുന്നത് വഴി വിദഗ്ധമായുള്ള പരിശോധനകൾ നടത്തുവാനും ഒരുപക്ഷെ മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നറിഞ്ഞത് വഴി ജോലിപരമായിട്ടുള്ള യാത്രകളും ചർച്ചകളെല്ലാം തന്നെ പുനരാരംഭിക്കാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കാൻ ഇടവരും. ഒരുപക്ഷെ ഉദ്ധരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ പണച്ചെലവ് അനുഭവപ്പെടും എന്ന ധാരണ പോലും ഉണ്ടാവുകയും ഇതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിക്കാൻ പോലും സാധ്യതയുണ്ട്. പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണം അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ കൂടുതൽ പണം മുതൽ മുടക്കി ഉദ്ധരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ യോഗം കാണുന്നുണ്ട്. നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കുറ്റങ്ങളും കുറവുകളും സ്വയമേവ മനസ്സിലാക്കി ധ്രുവീകരിക്കുവാൻ സ്വയമേവ തയ്യാറാകുന്നത് വഴി പല വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കാനും തൃപ്തികരമായിട്ടുള്ള അവസരങ്ങളെ സ്വീകരിക്കുവാനും സാധ്യതയുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവസരം വന്നു ചേരും. കഫ നീർദോഷ രോഗപീഠകളെ കൊണ്ടും പകർച്ചവ്യാധികളെ കൊണ്ടും അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും പ്രകൃതി ജീവന ഔഷധ രീതിയും മറ്റ് ചികിത്സാ രീതികളെല്ലാം അവലംബിക്കുവാനും ഇടയുണ്ട്. അർദ്ധമനസ്സോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ അന്തിമ നിമിഷത്തിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും. സജീവ സാന്നിധ്യത്താൽ വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും. കാർഷികമായിട്ടുള്ള വിളകൾക്ക് അനുകൂലമായിട്ടുള്ള വില ലഭിക്കുന്നത് വഴി ഇനിയും വിപുലീകരിക്കാനുള്ള തീരുമാനിക്കും. ഒരുപക്ഷെ മറ്റു ഭൂമികളെല്ലാം പാട്ടത്തിനെടുത്തുകൊണ്ട് വിപുലമായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. മംഗളവേളകളിൽ വെച്ച് പുതിയ സ്നേഹബന്ധം ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങുവാൻ അവസരം വന്നു ചേരും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരങ്ങൾ ഉണ്ടാകുമെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് ഒരുപക്ഷെ ജീവിതശൈലി രോഗങ്ങൾ വന്നു ചേരുവാനും ഇതിനെ അതിജീവിക്കാനായിട്ട് പ്രകൃതി ഭക്ഷണ രീതിയും അതിനേക്കാളുപരി യോഗയും പ്രാണായാമമൊക്കെ വ്യായാമം എന്ന നിലയിൽ പരിശീലിക്കുവാനും ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും തീരുമാനിക്കും.
അനുഭവജ്ഞാനമുള്ള മേൽ പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കുമെങ്കിലും 2026-2027 എന്നീ വർഷങ്ങളിൽ മാത്രമേ അതിൽ നിന്നും ഫലപ്രാപ്തി ഉണ്ടാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ പണം മുതൽ മുടക്കാവൂ. അല്ലാത്ത പക്ഷം നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നിർണായകമായുള്ള പല സാഹചര്യങ്ങളും വന്നു ചേരുമെങ്കിൽ പോലും പക്വതയുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ കാര്യങ്ങളിലും ലക്ഷ്യപ്രാപ്തി നിർവഹിക്കുവാനും സർവർക്കും സ്വീകാര്യമായുള്ള രീതിയിൽ വന്നു ചേരുവാനും ഇടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ വന്നു ചേരും. ഇനിയുള്ള 6 മാസത്തേക്ക് ധാരാളം മിക്ക ദിവസങ്ങളിലും അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. ഇതാണ് മകയിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഡിസംബർ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ നിശ്ചയിച്ച പല കാര്യങ്ങൾക്കും കാലതാമസം, അകാരണമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുന്നത് വഴി സ്വല്പം സമാധാനക്കേട് ഉണ്ടാവും. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം കൈവെടിയാതെ ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താലും ഒരുപക്ഷെ ഡിസംബർ മാസത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജനുവരി ഫെബ്രുവരിയിലെ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക തന്നെയായിരിക്കും നന്നാവുക. മാനസികമായുള്ള യാതൊരു വിഭ്രാന്തിയും ഇല്ലാതെ പ്രവർത്തിക്കുക തന്നെയാണ് ലക്ഷ്യപ്രാപ്തി നിർവഹിക്കാൻ ഉപകരിക്കുന്നത്. വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ച് പുതിയ വ്യാപാര വിപണന വിതരണ മേഖലകളെ പറ്റിയിട്ട് ചിന്തിക്കുമെങ്കിൽ പോലും പ്രാദേശികമായിട്ട് സ്വീകാര്യത വളരെ കുറവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യാപാരത്തിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനാണ് യോഗമുള്ളത്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് സുഹൃത്തുക്കൾ മുഖാന്തരം അവസരങ്ങളൊക്കെ വന്നു ചേരുമെങ്കിൽ പോലും ചിലർക്ക് കുടുംബത്തിലെ ചില സാഹചര്യങ്ങളെ കൊണ്ട് ഒഴിവാവേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വേറെ ചിലർക്ക് ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുന്നത് വഴിയും ഈ മേഖലകളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി നിലവിലിടന്നതിനേക്കാൾ വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങിക്കുവാൻ തീരുമാനിക്കുമെങ്കിൽ പോലും പലപ്പോഴും കണ്ടുവയ്ക്കുന്ന ഗൃഹത്തിനൊന്നും തന്നെ വാസ്തുശാസ്ത്രപ്രകാരം തൃപ്തികരമല്ലാത്തത് കൊണ്ട് ഒഴിഞ്ഞു പോരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അനന്ത സാധ്യതകളുള്ള തൊഴിൽ മേഖലകളെ പറ്റി മനസ്സിലാക്കുവാനും ഒരുപക്ഷെ നിലവിലുള്ള ജോലിയിൽ ഇനി ഭാവിയില് അനുഭവങ്ങളോ നേട്ടങ്ങളോ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും അതിന് തക്കവണ്ണമുള്ളൊരു പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ 2 വർഷത്തെ പാഠ്യപദ്ധതി ആയിരിക്കാം. ജോലിയോടൊപ്പം അങ്ങനെ ഒരു പാഠ്യപദ്ധതിക്ക് ചേരുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗമുള്ളത്. വിദ്യാർത്ഥികൾക്ക് പല പ്രകാരത്തിലും തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവര് പരമാവധി ഈ മാസത്തിൽ പിന്മാറുകയായിരിക്കും നന്നാവുക. സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കല, സാഹിത്യം, സാംസ്കാരികം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. പ്രസ്ഥാനത്തിന് യോജിക്കാത്ത കർമ്മമണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. കർമ്മമണ്ഡലങ്ങളിൽ ആധുനിക സംവിധാനം അവലംബിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന് തക്കവണ്ണമുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ സാധ്യതയുണ്ട്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. അർപ്പണ മനോഭാവത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അന്തിമ നിമിഷത്തിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. ഗൃഹപ്രവേശന കർമ്മം മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിലും വിരുന്ന സൽക്കാരത്തിലും പങ്കെടുക്കുവാനായിട്ട് ദൂരദേശത്തു നിന്ന് ജന്മനാട്ടിൽ വന്നു ചേരുവാനും ഒരുപക്ഷെ മാതാപിതാക്കളോടൊപ്പം കൂടുതൽ ദിവസങ്ങൾ താമസിക്കാൻ അവസരം വന്നു ചേരുന്നത് വഴി ഇനി മുതൽ ജന്മനാട്ടിലേക്ക് താമസം മാറ്റിയാലോ എന്ന ധാരണ പോലും മനസ്സിൽ ഉണ്ടാകുവാൻ ഇടയുണ്ട്.
സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനിടവരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുന്നത് മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ആത്മീയ പ്രഭാഷണങ്ങൾ വിപരീതമായുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും വിവേചന ബുദ്ധിയോടുകൂടിയതായുള്ള സമീപനം അനുകൂലമായുള്ള അവസരങ്ങൾക്ക് വഴിയൊരുക്കും. പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കാൻ അവസരം വന്നു ചേരും. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് നിലവിലുള്ള രാജ്യത്തിൽ ജീവിത ചെലവ് അനുദിനം വർദ്ധിക്കുന്നത് വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സമഗ്ര വീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുമെങ്കിലും പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. പല പ്രകാരത്തിലും അസുഖങ്ങൾ വർദ്ധിക്കുന്നത് വഴി വിവിധങ്ങളായിട്ടുള്ള മരുന്നുകളെല്ലാം പരീക്ഷിച്ചു നോക്കുകയും അന്തിമ നിമിഷത്തിൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും അതേപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണം ചികിത്സാ രീതികൾ അവലംബിക്കുവാൻ ഇടയുണ്ട്. പലപ്പോഴും നീതിയുക്തമായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. വിദഗ്ധമായുള്ള ചർച്ചയിലൂടെ സത്യാവസ്ഥകൾ മനസ്സിലാക്കുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കും. ആഗ്രഹിക്കുന്ന വിദേശ യാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുമെങ്കിലും നിലവിലുള്ള ഈ വിദേശ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജോലി സാധ്യതകൾ ഉണ്ടായാൽ പോലും അധിക ചെലവിനാൽ തൽക്കാലത്തേക്ക് വിദേശയാത്രയിൽ നിന്നും പിന്മാറുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും യോഗമുണ്ട്. ഇതാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഡിസംബർ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ.